ഇന്ന് റൈഡ് ഡേ 4. നമ്മളിപ്പോൾ താണ്ടിയിലാണ്. ഞാൻ ഇവരുടെ കൂടെ ജോയിൻ ചെയ്തു. താണ്ടിയിൽ ഇവർ സ്റ്റേ അടിച്ചായിരുന്നു. അപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ പതുമിലേക്കാണ് പോകുന്നത്. പതും കിലോങ്ങിൽ നിന്ന് ദാർച്ചയിൽ നിന്ന് സംസ്കാർ സുന്ദോ, പിന്നെ സംസ്കാർ സുന്ദോ നിന്ന് ഷിങ്കോല, പിന്നെ ഷിങ്കോല ടു പൂർണ്ണ, പിന്നെ പൂർണ്ണയിൽ നിന്ന് പതും. ഇതാണ് റൂട്ട്. അപ്പോൾ ശരി ഗായ്സ്, ഇറങ്ങി ദർച്ചയിലേക്ക് പോകുന്നു. ദർച്ചയിൽ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ എൻട്രി കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഒരു മെക്കാനിക്കിനെ അവിടെ നിന്ന് കിട്ടിയാൽ കൊള്ളായിരുന്നു. കാര്യം എൻ്റെ ബാഷ് പ്ലേറ്റ് പുതിയത് ഇട്ടിട്ടാണ് വന്നത്. ബെല്ലി പാൻ പുതിയതാണ്, പക്ഷെ എന്നാലും ആ ഒരു ലൂസായി, അതിൻ്റെ സ്ക്രൂ ലൂസായി പോയി. അപ്പോൾ സ്ക്രൂ എല്ലാം ഒരു ബോൾട്ട് അപ്പോൾ ഇടണം. എൻ്റെ കയ്യിൽ ബോൾട്ടൊന്നും ഇല്ല. അതില്ലാന്നുണ്ടെങ്കിൽ ബെല്ലി പാൻ കിടന്ന് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഭയങ്കരമായിട്ട്. ജിസ്പ ജേർണി ഞാനവിടെ താമസിച്ചിട്ടുണ്ട്. You have just visited Darcha Bridge, longest bridge of Himachal Pradesh. അതാണ് നമ്മളിപ്പോൾ ക്രോസ് ചെയ്തത്. ഈ ബ്രിഡ്ജാണ് നമ്മളിപ്പോൾ ക്രോസ് ചെയ്ത് ഇങ്ങ് വന്നത്. ഇതാണ് ചെക്ക് പോസ്റ്റ്. ഇവിടെ നമ്മൾ പേരും സംഭവങ്ങളൊക്കെ എഴുതി കൊടുത്തതിന് ശേഷം മാത്രമേ അപ്പുറത്തോട്ട് പോകാൻ പറ്റത്തുള്ളൂ. നമ്മളിപ്പോ ഷിങ്കുലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഷിങ്കുല, here we come. എന്തൊരു വ്യൂ! ഹലോ, അങ്ങനെ നമ്മൾ സിംഗുല ഇറങ്ങി. അവിടെ വെച്ച് എനിക്ക് ചെറുതായിട്ട് തലയിലൊരു കനമൊക്കെ തോന്നി, ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നി. പിന്നെ പെട്ടെന്ന് ഞാൻ അവിടെ നിന്ന് ആൾക്കാരെ കൊണ്ട് കൂടെ ഉണ്ടായിരുന്നവരെ കൊണ്ട് ഫോട്ടോ എടുപ്പിച്ചിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് താഴെ ഇറങ്ങി. എനിക്ക് തോന്നുന്നു ഇതാണെന്ന് തോന്നി AMSൻ്റെ സിംറ്റം. അങ്ങനെ ആദ്യമായിട്ട് എനിക്ക് AMSൻ്റെ സിംറ്റം അടിച്ചു. കണ്ണക്കുരമാർ വല്ലാതെയായി, ഒരു വല്ലാത്തൊരു ഫീല്. ഇപ്പോൾ ഓക്കെയാണ്. ഇതാണ് ഗോംബോ രാങ്ജോങ്. ഇതാണ് സംസ്കാറിലേക്കുള്ള പോലീസിന്റെ ചെക്ക് പോസ്റ്റ്. ഇവിടെ നമ്മൾ ആധാർ കാർഡും നമ്പറൊക്കെ കൊടുത്തിട്ട് വേണം ഇവിടുന്ന് പോകാൻ. ഇനി നമ്മൾ നേരെ പതുമ്മിലോട്ടാണ് പോകുന്നത്. 2 വഴി കൂടെ പതും പോവാം, പക്ഷെ ഇത് നല്ല വഴി, അത് കുറച്ച് ഓഫ് റോഡ് എന്നാണ് പറയുന്നത്. ആ കണ്ട 2 വഴിയിൽ മുകളിലത്തെ വഴി കൂടെ പോയാൽ ഫുഡൊക്കെ കിട്ടും, താഴെ കൂടെ പോയാൽ ഫുഡൊന്നും കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ മുകളിലത്തെ വഴി തന്നെ എടുത്തു. പതുമിൽ വെച്ച് എനിക്ക് പിന്നെയും പണി കിട്ടി. ഷിങ്കുല പാസ് ഇറങ്ങി താഴെ എത്തിയപ്പോഴാണ് ഞാൻ കണ്ടത് എൻ്റെ സപ്രീമിൻ്റെ 4 ബോൾട്ടും പൊട്ടി. 4 5 ബോൾട്ടുണ്ട്. അതിൽ ഏതോ ഒരു ബോൾട്ട് മാത്രമാണ് ഉള്ളത്, ബാക്കിയെല്ലാം പൊട്ടി. ഈ ബോൾട്ട് മാത്രമുണ്ട്. ഇതൊക്കെ കേട്ടോ, എൻ്റെ ഒരു സബ്ഫ്രെയിം ഇങ്ങനെ ആടും ഫുള്ളാണ്. ഒരൊറ്റ സ്ക്രൂവിലാണ് ഇതുവരെ ഓടിയത്. അവർ പൊട്ടിയിരുന്നെങ്കിൽ എൻ്റെ സെറ്റ് വെളിയിൽ പോയാണ്. വണ്ടി ഓടും, നിർത്തിയൊക്കെ ഓടിക്കാം. അങ്ങനെ ഇപ്പോൾ ഇവിടെ പഴയ കോണ്ടാക്ട്സൊക്കെ തട്ടി എടുത്തു. നമ്മുടെ സമീർ മാലിക് ബ്രദറിനെ വിളിച്ചു. കാശ്മീരിലാണ്, അയാളുടെ കോണ്ടാക്ട് ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഒരു മെക്കാനിക്കിനെ സെറ്റ് ചെയ്തൊന്ന് ഞാനിവിടെ കൊണ്ടുവന്നു. ഇനി നമുക്ക് നോക്കാം സെറ്റാവോ ഇല്ലേ എന്നുള്ളത്. സെറ്റായില്ല എന്നുണ്ടെങ്കിൽ ഞാനിത് നേരെ ട്രക്കിലുള്ള ഗേറ്റ് ലേയിൽ കൊണ്ടുപോയി വരും. കൊണ്ടുപോയി കിട്ടിയിട്ട് അവിടെ നിന്ന് ഫിക്സ് ചെയ്തിട്ട് റൈഡ് ചെയ്യേണ്ടി വരും.
ഇപ്പോൾ അടിപൊളി കിട്ടായി. सिंगल सीटर भी बनेगी. बॉबर जैसा. बराबर. 12-ന്റെ ബോൾട്ടാണ് ഇട്ടിരിക്കുന്നത്. അത് തന്നെയാണ് സ്റ്റോക്ക് ഉണ്ടായിരുന്നത്. ഇതാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പം ഈ സ്ക്രൂ ടൈറ്റ് ചെയ്താൽ മാത്രം മതി. എല്ലാം ഫിക്സ് ആയെന്നാണ് തോന്നുന്നത് ഗൈസ്. അപ്പോൾ ഇനി നല്ലതുപോലെ ടൈറ്റ് ചെയ്തിട്ട് എനിക്ക് ഇന്ന് തന്നെ റൈഡിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഇത്രയും ഇങ്ങനെ ഒരു സ്ഥലത്ത് ഞായറാഴ്ച ആയിട്ടും ഇവരിത് ഓപ്പൺ ചെയ്ത് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് എന്നെപ്പോലെ പണി കിട്ടണവർക്ക് എന്തൊരു ആശ്വാസമാണെന്നറിയുമോ. ഇപ്പോൾ ശ്രീനഗറിൽ നിന്നുള്ളവരാണ്. ഇപ്പോൾ ഇടയ്ക്ക് അവധി കിട്ടുമ്പോൾ 2-3 ദിവസത്തേക്ക് അവർ ക്ലോസ് ചെയ്തിട്ട് അങ്ങ് പോകും. അതുകൊണ്ട് ഞായറാഴ്ച അവർ ക്ലോസ് ചെയ്യാറില്ല. അവിടെ ഞായറാഴ്ചയും വേറെ വർക്ക്ഷോപ്സ് ഉണ്ട്. പക്ഷെ അത് ഞായറാഴ്ച അല്ല, ഇവിടെ വേറെ വർക്ക്ഷോപ്സ് ഉണ്ട്. അത് ഞായറാഴ്ച ക്ലോസ്ഡാണ്. ചുരുക്കി പറഞ്ഞാൽ എല്ലാ ദിവസവും ഇവിടെ ഒരാളല്ലെങ്കിൽ വേറൊരു വർക്ക്ഷോപ്പ് ഉണ്ടാവും. അടിപൊളിയല്ലേ. ഒരു 2 വർക്ക്ഷോപ്പേ ഉള്ളൂ. നമ്മുടെ പയ്യൻ പറയുന്നത് ഇതിനകത്തുള്ള എല്ലാ ബോൾട്ടും ലൂസായിരുന്നു. കുറേ ബോൾട്ട് എനിക്ക് ഇപ്പം തന്നെ കാണാം ലൂസായിട്ടുണ്ട്. അതെല്ലാം ടൈറ്റ് ചെയ്യിപ്പിക്കണം. എന്തായാലും എല്ലാം ഇന്ന് ഞാൻ ലോക്ക്ടൈറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ലോക്ക്ടൈറ്റ് ഇട്ട് എല്ലാ ബോൾട്ടും സെറ്റ് ചെയ്യണം. 12-ന്റെ ബോൾട്ടാണ് പൊട്ടിപ്പോയത്. അങ്ങനെ 12-ന്റെ തന്നെ സെയിം സൈസ് കിട്ടി. അലക്കി എല്ലാന്നേ ഉള്ളൂ. മറ്റേ ബോൾട്ടാണ്. പയ്യൻ്റെ ഗ്യാരണ്ടിയാണ്. എന്തൊക്കെ സംഭവിച്ചാലും ബോൾട്ട് കിട്ടില്ല. മതി, അത് മതി. അങ്ങനെ മുദാസിർ ഭായി എല്ലാം സെറ്റ് ചെയ്ത് തന്നു. വണ്ടി ഇപ്പോൾ ടെസ്റ്റ് റൈഡിന് പോവുകയാണ്. അഴുകിന് സ്ക്രൂ എല്ലാം ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ആശ്വാസമായി. വീഡിയോ ഉണ്ട്. പാട്ടിടാ നീ തന്നെ പാടിക്കോ. അരവിന്ദ് ഡ്രസ് തന്നെ മരിക്ക് ബാക്കി സ്ഥലം.